കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ട ഭാഗം ഒന്നും കൂടി കേട്ട് മുന്നോട്ട് പോകാം. പ്രചേതസ്സുകൾ സമാരംഭിച്ച സത്രത്തിൽ വെച്ച് ധ്രുവന്റെ ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും അവനിൽ ശ്രീഹരിയുടെ കരുണാകടാക്ഷമുണ്ടായതിനെക്കുറിച്ചും അത് നിമിത്തം അവനുണ്ടായ അനന്യമായ യശസ്സിനെക്കുറിച്ചും സർവജ്ഞനായ നാരദമുനി വീണയും മീട്ടിക്കൊണ്ട് ശ്ലോകരൂപത്തിൽ പ്രകീർത്തിച്ചു പാടുകയുണ്ടായി. പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ചാണ് നാരദമുനി ഇത് പാടിയത്. സംക്ഷിപ്തമായിട്ട് ഇനിയും ധ്രുവന്റെ കഥ ഒന്ന് പറയാൻ പോവാണ്. ഇത് ആവർത്തിച്ച് കേൾക്കണം എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് കാര്യമില്ല. ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് ഇത് അതിൻ്റെ ഫലത്തെ തരിക. നാരദ ഉവാച. ശ്രീ നാരദമുനി പറഞ്ഞു. നാരദർ എന്താ പറഞ്ഞതെന്ന് നമ്മൾ കേൾക്കാൻ പോവാണ്. വേദജ്ഞരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ പല പ്രകാരത്തിലുള്ള അനുഷ്ഠാന മാർഗങ്ങളെക്കുറിച്ച് പഠിച്ചും ചിന്തിച്ചും നോക്കിയിട്ട് ധ്രുവന് സിദ്ധിച്ച പരമോന്നത പദവി നേടാൻ സഹായകരമായ പദ്ധതികളൊന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നെ രാജാക്കന്മാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? മാതാവായ സുനീതിയുടെ പാതിവൃത്യത്തിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് ധ്രുവന് ഇത്രമാത്രം തപശക്തിയും അതിൻ്റെ ഫലമായുണ്ടായ ഉന്നത പദലബ്ധിയും ലഭിച്ചത് എന്ന കാര്യം തീർച്ച. വേദജ്ഞരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, വേദത്തെ അറിയുന്നവർ. വേദത്തെ അറിയുക അത്ര എളുപ്പമല്ല. വേദത്തെ അറിയുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ വേദം ചൊല്ലാൻ, സ്വരത്തോടുകൂടി ചൊല്ലാൻ പഠിക്കുന്നതിലും ബുദ്ധിമുട്ടാണ് വേദത്തിൻ്റെ പൊരുള് അറിയുക എന്ന് പറയുന്നത്. ആ വേദത്തെക്കുറിച്ച്, വേദാംഗങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാവുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ പല പ്രകാരത്തിലുള്ള അനുഷ്ഠാന മാർഗങ്ങളെക്കുറിച്ച് പഠിച്ചും ചിന്തിച്ചും നോക്കിയിട്ട് ധ്രുവന് സിദ്ധിച്ച പരമോന്നത പദവി നേടാൻ സഹായകരമായ പദ്ധതികൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല. അവർ പഠിച്ചത് പണി 18 നോക്കിയിട്ടും ആ ധ്രുവന് സിദ്ധിച്ച പരമോന്നതമായ പദവി കിട്ടുന്നതിന് വേണ്ടുന്ന അനുഷ്ഠാന പദ്ധതികളൊന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ രാജാക്കന്മാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഇപ്പോൾ പണ്ഡിതന്മാരുടെ കാര്യം ഇതാണ്. 24 മണിക്കൂറും 365 ദിവസങ്ങളും ഇതിൽ തന്നെ മുഴുകിയിരിക്കുന്നവരുടെ കാര്യം ഇതാണ് എങ്കിൽ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ? മാതാവായ സുനീതിയുടെ പാതിവൃത്യത്തിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് ധ്രുവന് ഇത്രമാത്രം തപശക്തിയും അതിൻ്റെ ഫലമായുണ്ടായ ഉന്നത പദലബ്ധിയും ലഭിച്ചത് എന്ന കാര്യം തീർച്ച. അപ്പം അമ്മയുടെ സ്വഭാവ വൈശിഷ്ട്യം കാരണമാണ് മകന് ഈ ഉയർന്ന പദവി ലഭിച്ചത് എന്നതാണ് നാരദമുനിയുടെ നിഗമനം. നാരദമുനി പറയണത് അമ്മയുടെ സ്വഭാവ വൈശിഷ്ട്യം. അപ്പം കുടുംബ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശ്വരോന്മുഖമായ ചര്യയിൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് വളരുന്നത്, എന്തൊക്കെ കണ്ടും കേട്ടുമാണ് വളരുന്നത് എന്നുള്ളത് മുന്നോട്ട് പോകും. ഈശ്വരോന്മുഖമായ ചര്യയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ്. അതിനെ മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളതല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു വരുന്നത് എങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് മാത്രം. ധ്രുവന് കേവലം 5 വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ അച്ഛൻ്റെ ഇഷ്ടഭാര്യയായ സുരുചിയുടെ വാക്ഷരങ്ങളേറ്റ് അവൻ്റെ ഹൃദയം മുറിപ്പെട്ടു. കഠിനമായ മനോവേദനയോടും ദുസ്സഹമായ ദുഃഖത്തോടും കൂടി കാട്ടിലേക്ക് തപസ്സിന് പുറപ്പെട്ടു പോകുന്ന വഴി ഞാൻ അവനെ കാണുകയും എങ്ങനെ ഭഗവാനെ ഭജിക്കണമെന്നതിനെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് അവൻ അതികഠിനമായ തപസ്സനുഷ്ഠിക്കുകയും ആരാലും ജയിക്കപ്പെടാത്തവനെങ്കിലും സ്വഭക്തർക്ക് സദാവിധേയനായ സർവേശ്വരനെ അവൻ സംപ്രീതനാക്കുകയും ഉണ്ടായി. ആ കഥ വളരെ ചുരുക്കി പറഞ്ഞതാണ്. ധ്രുവന് കേവലം 5 വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ
5 വയസ്സ് എടുത്തെടുത്ത് പറയുന്നത് അറിവിൻ്റെ ആധിക്യം ഇല്ലാതിരുന്നപ്പോൾ എന്ന് സൂചിപ്പിക്കാനാണ്. ഈ ഒരുപാട് അറിവുകളുണ്ടായാൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് തടസ്സമാകുന്ന രീതിയിൽ ചിന്തകൾ വരും. അത് നമ്മൾ എത്ര വരരുത് എന്ന് ശ്രമിച്ചാലും വരും. അപ്പം നമ്മുടെ അറിവിൻ്റെ ആധിക്യം ഈശ്വരോന്മുഖമായ ചര്യയിൽ ഒരു തടസ്സം സൃഷ്ടിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഒട്ടനെ നമുക്ക് 2 തരത്തിലുള്ള ബ്രെയിനുണ്ട്. ഒന്ന് അനാലിറ്റിക്കൽ ബ്രെയിൻ, മറ്റൊന്ന് ഇമാജിനേറ്റീവ് ബ്രെയിൻ. ഭാവനാത്മകമായ ഒരു തലം, പിന്നെ വിശകലനാത്മകമായ മറ്റൊരു തലം. ഇത് രണ്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം ഈ ഭാവനാത്മകമായ തലത്തിലെ അറിവുകളും വിശകലനാത്മകമായ തലത്തിലെ അറിവുകളും എല്ലാം കൂടി പുറത്തു വരും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ചോദ്യങ്ങളൊക്കെ ഉണരും. അത് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഈ 5 വയസ്സ് മാത്രം പ്രായം എന്ന് എടുത്തെടുത്ത് പറയുന്നത് അറിവിൻ്റെ ആധിക്യം ഇല്ലാതിരുന്നത്. അറിവ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ. നമ്മളൊക്കെ ഒരുപാട് ഇൻഫോംഡാണ്, മോർ ദാൻ വെൽ ഇൻഫോംഡാണ് നമ്മൾ. അതുകൊണ്ട് എന്താ കാര്യം വെച്ചാൽ ഒരു കാര്യവും ശരിക്കും ചെയ്യാൻ പറ്റുകയില്ല. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രതിപക്ഷം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു കാര്യത്തിൽ മുഴുകാൻ നമുക്ക് പ്രയാസമാണ്. പൂർണ്ണമായിട്ടും ഒരു കാര്യത്തിൽ മുഴുകാൻ തുടങ്ങുമ്പോൾ അത് വേണോ, അതങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ, ഇങ്ങനെ ആയാൽ എന്താ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഉണരാത്ത ഒരു മനസ്സ്, ഒരുപാട് ഇൻഫർമേഷനൊന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതാണ് 5 വയസ്സ് എന്ന് പറഞ്ഞത്. ധ്രുവന് കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അച്ഛൻ്റെ ഇഷ്ടഭാര്യയായ സുരുചിയുടെ വാക്ഷരങ്ങളേറ്റ് അവൻ്റെ ഹൃദയം മുറിപ്പെട്ടു. വാക്കുകൾ കൊണ്ട് ഹൃദയം വ്രണിതമാകും. വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് പലതരത്തിലുള്ള വികാര വിചാരങ്ങളെ ഉണർത്തും. ഒരു വാക്ഷരം ഉണർത്തുന്ന വികാര വിചാരങ്ങൾ അനവധിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന വാക്കുകളും ബുദ്ധിമുട്ടാണിത്. നമ്മൾ പുറപ്പെടുവിക്കുന്ന വാക്കുകളും രണ്ടും സൂക്ഷിക്കണം. ശ്രദ്ധയോടുകൂടി വേണം. അതുകൊണ്ടാണ് ശ്രദ്ധയോടുകൂടി വേണം കേൾക്കാൻ എന്ന് പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ആ തലത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെയല്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ വാക്കുകൾക്ക് നമ്മുടേതായിട്ടുള്ള അർത്ഥതലങ്ങൾ കൊടുത്ത് വികാരവിക്ഷുബ്ധരാകും. അപ്പോൾ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ സുരുചിയുടെ വാക്ഷരങ്ങളേറ്റ് ധ്രുവന്റെ ഹൃദയം മുറിപ്പെട്ടു. കഠിനമായ മനോവേദനയോടും ദുസ്സഹമായ ദുഃഖത്തോടും കൂടി കാട്ടിലേക്ക് തപസ്സിന് പുറപ്പെട്ടു. ആ മനോവേദന, ആ ദുഃഖം കൊടുങ്കാട്ടിലേക്ക് പോകുവാൻ ഈ ബാലനെ പ്രേരിപ്പിക്കുകയാണ്. കാട്ടിൽ ഒരുപാട് ഹിംസ്ര ജന്തുക്കളുണ്ട് എന്നും ആ ഹിംസ്ര ജന്തുക്കൾക്ക് ബാലനായ താൻ ആഹാരമായി ഇരയായി തീരാൻ സാധ്യതയുണ്ട് എന്നും ഒന്നും ചിന്തിക്കാതെ സാധാരണ സന്ദർഭങ്ങളിൽ ഭയമുണർത്തുന്ന കാട്ടിലേക്ക് ഈ ബാലൻ പോവുകയാണ്, തൻ്റെ ദുഃഖത്തിന് അറുതി വരുത്താനായിട്ട്. അങ്ങനെ കാട്ടിലേക്ക് തപസ്സിന് പുറപ്പെട്ടു പോകുന്ന വഴി ഞാൻ അവനെ കാണുകയും, നമ്മൾ ഈ കഥ വിസ്തരിച്ച് കേട്ടതാണ്, എങ്ങനെ ഭഗവാനെ ഭജിക്കണമെന്നതിനെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് അവൻ അതികഠിനമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഞാൻ പറഞ്ഞ വാക്കുകളെ വള്ളി പുള്ളി വിടാതെ അനുസരിക്കുക, അതും അത്ര എളുപ്പമല്ല. ഗുരുവിൻ്റെ വാക്കുകളെ സ്വബുദ്ധിയിൽ, അത് പരിമിതമാണ്, അതിലിട്ട് വിശകലനം ചെയ്യാതെ
അതങ്ങനെ തന്നെ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ പുതിയ ഗുരുക്കന്മാരുടെ കഥയല്ല ഞാൻ ഈ പറയണത്. ശരിക്കുമുള്ള ഗുരുക്കന്മാരുടെ, പൂർണ്ണജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാരുടെ വാക്കുകളെ കുറിച്ചാണ് ഈ പറയണത്. ആ വാക്കുകളെ നമ്മൾ അതുപോലെ തന്നെ അനുസരിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അങ്ങനെ സാധിക്കാൻ വളരെ പ്രയാസമാണ്. തന്ത്രശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് സർവത്ര വചനപൂർവം പ്രവൃത്തി. ഗുരുനാഥൻ എന്തു പറയുന്നു അതുപോലെ ചെയ്യുക. ഗുരുനാഥൻ എന്തു പറയുന്നു അതുപോലെ ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശിവനാണ്, പരമമായ ബോധത്തെ അറിഞ്ഞ ആളാണ്. ആ പരമമായ ബോധത്തെ അറിഞ്ഞയാള് പരമമായ ബോധം തന്നെയാണ്. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. അതിനെ അറിഞ്ഞയാള് അതായിത്തീരും. അപ്പോൾ ആ ആള് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അതിലിടപെടലുകളൊന്നും നടത്താതെ നമ്മളത് അനുവർത്തിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഞാൻ ആണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും ഞാനാണ് ചെയ്യുന്നത്. എൻ്റെ പരിമിതമായ ബുദ്ധിക്കകത്ത്, അറിവിനകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ എന്ന് പറയുന്നത് പരിമിതമായ ബോധമാണ്. അപ്പം പരിമിതമായ ബോധത്തിന് പകരം ഗുരുവിൻ്റെ അപരിമിതമായ ബോധത്തിൽ നിന്നൂറി വരുന്ന വാക്കുകളെയാണ് ഞാൻ പ്രാവർത്തികമാക്കുന്നത് എങ്കിൽ എൻ്റെ പ്രവൃത്തി ഞാനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് അപരിമിതമായ ബോധമായി തീരും. ഗുരുവാക്യങ്ങളെ അതേപോലെ തന്നെ അനുവർത്തിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഞാൻ, ആ ഞാനാണ് കർത്താവ്, ഡൂവർ. ആ ബോധം, ആ ഞാൻ എന്നുള്ളത് റീപ്ലേസ്ഡ് ആവും. അല്പമായ ഞാൻ റീപ്ലേസ്ഡ് ആവും. എന്നിട്ട് അവിടെ അനല്പമായ ഞാൻ വരും. അപ്പം അനായാസേന പരമമായ പദത്തിലേക്ക് എത്തുവാനുള്ള വഴിയാണത്. അതുകൊണ്ട് തന്ത്രശാസ്ത്രത്തിൽ ഗുരുയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ വിത്താപഹാരികളായിട്ടുള്ള ഗുരുക്കന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, സന്താപഹാരികളായിട്ടുള്ള യഥാർത്ഥ ഗുരുക്കന്മാരുടെ കാര്യമാണ് പറയുന്നത് എന്ന് ഓർക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെക്കാൾ ഹയറായിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് തലത്തിൽ നിന്നൂറി വരുന്ന വാക്കുകൾ, അതാണ് ചിന്തകൾ. ആ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പം നമ്മുടെ ബോധം അതിൻ്റെ പരിമിതികളെ താനെ മറികടക്കും. അതിന് ഒരുപാട് വിശകലനാത്മകമായ ബുദ്ധി കൊണ്ട് കഴിയില്ല. ബുദ്ധി വളരെ വിശകലനാത്മകമാണെങ്കിൽ അത് പ്രയാസം ആയിരിക്കും. അതുകൊണ്ടും കൂടിയാണ് ബാലൻ എന്ന് പറഞ്ഞത്. ഞാൻ അവനെ കാണുകയും എങ്ങനെ ഭഗവാനെ ഭജിക്കണമെന്നതിനെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് അവൻ അതികഠിനമായ തപസ്സനുഷ്ഠിക്കുകയും ആരാലും ജയിക്കപ്പെടാത്തവനെങ്കിലും സ്വഭക്തർക്ക് സദാവിധേയനായ സർവേശ്വരനെ അവൻ സംപ്രീതനാക്കുകയും ഉണ്ടായി. അപ്പം ഈ സംപ്രീതനാക്കിയത് ഈ കഠിനമായ തപസ് അനുഷ്ഠിച്ചുകൊണ്ടാണ്. ആ കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നതിന് കാരണമായ ചിന്തകൾ എന്ന് പറയുന്നത് ശ്രീ നാരദമുനിയുടെ വാക്കുകളാണ്. അപ്പോൾ നാരദമുനിയുടെ ബോധതലമാണ് ധ്രുവനിലൂടെ പ്രകടമാകുന്നത്. അതുകൊണ്ടാണ് ആയാസകരമായി ചെയ്താൽ പോലും സാധ്യമല്ലാതിരിക്കുന്ന കാര്യം ധ്രുവന് സാധ്യമായത്. അതനുസരിച്ച് അവൻ അതികഠിനമായ തപസ് അനുഷ്ഠിക്കുകയും, അങ്ങനെ അതികഠിനമായ തപസ്സാണ്, അവിടെ ഒന്നും കോംപ്രമൈസ് ഇല്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്യണോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമൊന്നുമില്ല. ഗുരു പറഞ്ഞു, ആ പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ ഇതങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, പ്രയാസമാണ്, അങ്ങനെയല്ല. നമ്മളിപ്പം രണ്ടാമത് പറഞ്ഞ പോലെയാണ്. നമ്മളോട് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് നമുക്ക് പ്രയാസകരമായിട്ട് തോന്നുകയാണ് എങ്കിൽ നമ്മൾ ഉടനെ അതങ്ങനെ വേണോ, ഇങ്ങനെ ആയാൽ പോരെ, എനിക്കത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ്
നമ്മളത് ലഘൂകരിക്കാൻ നോക്കും. അതുകൊണ്ടാണ് നമ്മളിൽ പലരും വളരെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും ഈശ്വരോന്മുഖമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ പ്രയാസകരമായിരിക്കാം, പക്ഷെ ഗുരുവാക്യം അനുവർത്തിച്ചാൽ അത് ശോഭനകരമാണ്. ഉദാഹരണത്തിന് ജരാനരകൾ ബാധിച്ചു ദേവന്മാർക്ക്. അതിന് പരിഹാരം എന്തായിരുന്നു? അതിൻ്റെ പരിഹാരം പാലാഴി കടയുക എന്നുള്ളതാണ്. പാലാഴി കടയുക എന്നുള്ളത് എളുപ്പമായ കാര്യമല്ല. പക്ഷേ ആ പാലാഴി അവർ കടഞ്ഞു. അതിന് ഒരു കുറുക്കു വഴിയൊന്നും അവരന്വേഷിച്ചില്ല. നമ്മളാണെങ്കിൽ പാലാഴി കടയാൻ പറഞ്ഞാൽ ഉടനെ നമ്മൾ ചോദിക്കും, പാലാഴി കടയുക എന്നൊക്കെ പറഞ്ഞാൽ സാധ്യമാണോ? അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഈ പറഞ്ഞത് ഹയർ കോൺഷ്യസ്നസ് തലത്തിൽ നിന്ന് വരുന്ന വാക്കുകളെ നമ്മുടെ ചിന്തകളാക്കി മാറ്റി അതിനെ പ്രവൃത്തിയിൽ പരിസമാപിപ്പിക്കുവാൻ തയ്യാറല്ല. ഉടനെ നമ്മുടെ ആർജിതമായ പരിമിതമായ അറിവ് അതിനിടയ്ക്ക് വരികയും അത് തട്ടിമാറ്റുകയും ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. അതനുസരിച്ച്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതനുസരിച്ച് അതിൽ ചോദ്യോത്തരങ്ങളില്ല. അതിൽ മനസ്സിലാകാത്ത ഭാഗമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കും, അത്രയേ ഉള്ളൂ. അതനുസരിച്ച് അവൻ അതികഠിനമായ തപസ്സനുഷ്ഠിക്കുകയും 5 വയസ്സുകാരൻ അതികഠിനമായ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പം 5 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമല പോലെയാണത്. പക്ഷേ ഗുരുവാക്യമാണ്. അത് എങ്ങനെ അനുസരിക്കാമെന്നാ നോക്കുക. എങ്ങനെ അത് തനിക്ക് ഗുണകരമാകുന്ന രീതിയിൽ, തനിക്ക് എളുപ്പമാകുന്ന രീതിയിൽ നടപ്പിലാക്കാം എന്നുള്ളതല്ല നോക്കുക. ഗുരുവാക്യം എത്ര പ്രയാസകരമാണെങ്കിലും അത് നിവർത്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എളുപ്പമല്ല. ഇതൊന്നും എളുപ്പമല്ല, ഇതും എളുപ്പമല്ല. അതികഠിനമായ തപസ്സനുഷ്ഠിക്കുകയും ആരാലും ജയിക്കപ്പെടാത്തവനെങ്കിലും, ഭഗവാനെ ജയിക്കുവാൻ ആർക്കും സാധ്യമല്ല, ആരാലും ജയിക്കപ്പെടാത്തവനെങ്കിലും സ്വഭക്തർക്ക് സദാവിധേയനായ സർവേശ്വരനെ, ആരാലും ജയിക്കപ്പെടാൻ പറ്റാത്തയാള് ഭക്തരാൽ ജയിക്കപ്പെടുന്ന ആളാണ്. ഭക്തർക്ക് വിധേയനായിട്ടുള്ള ആളാണ്. ഭക്തർക്ക് വിധേയനായ സർവേശ്വരനെ അവൻ സംപ്രീതനാക്കുകയും ഉണ്ടായി. 5-6 വയസ്സു മാത്രം പ്രായമുള്ള ആ ബാലൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അത്യുഗ്രമായ തപസ്സനുഷ്ഠിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കുകയും വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്തു. അനേകം സംവത്സരങ്ങൾ കൊണ്ടുപോലും ആ മഹോന്നത പദവി കൈവരിക്കാമെന്ന ആഗ്രഹം പോലും ഈ ഭൂമിയിൽ മറ്റൊരു ക്ഷത്രിയനും ഉണ്ടാവുകയില്ല. 5-6 വയസ്സു മാത്രം പ്രായമുള്ള ആ ബാലൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അത്യുഗ്രമായ തപസ്സനുഷ്ഠിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കുകയും വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്തു. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ്. അതെന്താ കാരണം? ഈ പരിമിതമായ ആർജിതമായ അറിവുകളുടെ ഇടപെടലുകളില്ലാതെ ഉയർന്ന ബോധതലത്തിൽ നിന്ന് തന്നിലേക്ക് എത്തിച്ചേർന്ന വാക്കുകളാകുന്ന ചിന്തകളെ അതേപടി നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് നമുക്കെന്താ അത് സാധിക്കാത്തത്? ആർജിതമായ പരിമിതമായ അറിവുകളുടെ സദാ ഇടപെടലുകൾ കൊണ്ടാണ് നമുക്കത് സാധ്യമല്ലാതെ പോകുന്നത്. ഇപ്പം നമ്മൾ അറിവൊക്കെ ആർജിച്ച് കഴിഞ്ഞു, ഇനി ഇത് കമ്പ്യൂട്ടറിലൊക്കെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മാഞ്ഞു പോകുന്നത് പോലെ മായ്ച്ചു കളയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയാൽ മതി. നമ്മുടെ ഇടപെടലുകൾ പലതും പരിമിതമായ ആർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിലുള്ളതാണെന്നും അവ കണ്ടീഷൻഡാണ് എന്നും തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയാകും അതിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ. അപ്പോൾ തപസ്സനുഷ്ഠിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കുകയും വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്തു. അനേകം സംവത്സരങ്ങൾ കൊണ്ടുപോലും ആ മഹോന്നത പദവി കൈവരിക്കാമെന്ന ആഗ്രഹം പോലും ഈ ഭൂമിയിൽ മറ്റൊരു ക്ഷത്രിയനും ഉണ്ടാവുകയും ഇല്ല. മറ്റൊരു ക്ഷത്രിയർക്കും ദുഃഖം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, കഠിനമായ മനോവേദന എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്, അതിൻ്റെ പരിഹാരം എല്ലാവരും തേടാറുണ്ട്. അപ്പം
അപ്പം ധ്രുവന് മാത്രം അത് സാധിക്കുകയും ദുഃഖമുള്ള മറ്റു പലരും, പരിഹാരം തേടുന്ന മറ്റു പലർക്കും അത് അസാധ്യമാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഒന്ന്, മഹാത്മാക്കളുമായിട്ട് സംസർഗം നമുക്ക് സാധ്യമല്ലാതെ വരുന്നു. ധ്രുവനത് സാധിച്ചു. ധ്രുവനത് സാധ്യമായതും ആർജിതമായ അറിവിൻ്റെ പരിമിതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ആർജിതമായ അറിവുകളുടെ പരിമിതിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ ഒരു മഹാത്മാവിനെ കണ്ടാലും തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല. ആളുടെ വാക്കുകൾ അതേപോലെ സ്വജീവിതത്തിൽ പകർത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അങ്ങനെയുള്ള ക്ഷത്രിയർ എന്നുള്ളത് മറ്റ് പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ എന്ന്, മുഴുവൻ സമയവും ഈശ്വരോന്മുഖരല്ലാതെ മറ്റു പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ എന്നെടുത്താൽ മതിയാവും. അപ്പം ആഗ്രഹം പോലും ഇല്ല മറ്റുള്ളവർക്ക്. അത് ഈ ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നും ഭഗവത് പദം പ്രാപിക്കണമെന്നുമുള്ള ആഗ്രഹങ്ങൾ പോലുമില്ല. എന്താ കാരണം? ആർജിതമായ അറിവ് ഉണർത്തുന്ന തെറ്റിദ്ധാരണ കാരണമാണ്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും, അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചിലതൊക്കെ പരിശ്രമിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്, എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും 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 അങ്ങനെ ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് പരമമായ പദത്തിലേക്ക് ഉയരുവാൻ ദുഃഖമുണ്ടെങ്കിലും മനോവേദനയും, കഠിനമായ മനോവേദനയും ദുസ്സഹമായ ദുഃഖവും ഒക്കെ നമുക്കും ഉണ്ടെങ്കിലും നമുക്ക് ധ്രുവനെ പോലെ പരമമായ പദം പ്രാപ്തമല്ലാതെ വരുന്നത്.